ഹായ് എവരിവൺ, ഡെയിലി ലൈഫ് ഫിസിക്സ് ഇൻ 1 minute. സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡിൻ്റെ കോൺസെപ്റ്റ് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഈ കാണുന്ന സ്വിങ് അതിൻ്റെ മീൻ പൊസിഷനിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഞാൻ അതിൻ്റെ എക്സ്ട്രീം പൊസിഷനിലേക്ക് എത്തിച്ച് ഒരു തവണ സ്വിങ് ചെയ്യിച്ചു. ഇപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ടൈം പീരീഡ് മെഷർ ചെയ്യാൻ പറ്റും, അത് താഴെ കാണാൻ പറ്റുന്നുണ്ട്. റൈറ്റ് നൗ ഞാൻ ഈ സ്വിങ്ങിലേക്ക് മാസ് ആഡ് ചെയ്ത് ഞാനിവിടെ കയറിയിരിക്കുകയാണ്. ഞാൻ എക്സ്ട്രീം പൊസിഷനിൽ നിന്ന് ഒന്ന് സ്വിങ് ചെയ്ത് എഗെയിൻ അതിൻ്റെ എക്സ്ട്രീം പൊസിഷനിലേക്ക് പോയി. റൈറ്റ് നൗ നിങ്ങൾക്ക് ഇപ്പോഴത്തെ ടൈം പീരീഡ് താഴെ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ 2 കേസിലെ ടൈം പീരീഡ് നമ്മൾ മെഷർ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി രണ്ടാമത്തെ കേസിൽ ടൈം പീരീഡ് കുറവാണ്. ആക്ച്വലി രണ്ടാമത്തെ കേസിൽ മാസാണ് ഇൻക്രീസ് ചെയ്തത്, പക്ഷേ ടൈം പീരീഡുമായിട്ട് മാസിന് യാതൊരു ബന്ധവുമില്ല. ടൈം പീരീഡിൻ്റെ ജനറൽ ഇക്വേഷൻ എന്താ? സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് T = 2π × √L/g ആണ്. പക്ഷേ ലെങ്തുമായിട്ട് ബന്ധമുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഞാനിവിടെ ആ സ്വിങ്ങിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ എൻ്റെ സെൻറ്റർ ഓഫ് മാസ് അല്ലെങ്കിൽ ആ സിസ്റ്റത്തിൻ്റെ സെൻറ്റർ ഓഫ് മാസ് മുകളിലേക്ക് ഷിഫ്റ്റ് ആവുകയും ഇഫക്റ്റീവ് ലെങ്ത് കുറയുകയും ചെയ്തു. ഇഫക്റ്റീവ് ലെങ്തുമായിട്ട് ടൈം പീരീഡിന് ബന്ധമുണ്ട്. ദാറ്റ് ഈസ് വൈ ടൈം ഈസ് ഡിക്രീസിങ്. താങ്ക് യു സോ മച്ച്.